രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ വിശേഷങ്ങളുമായി പാലക്കാട് നിന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥിക്കൊപ്പം അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്? അതിനോടൊപ്പം തന്നെ മറ്റ് മുന്നണികൾ തയ്യാറാക്കിയിട്ടുള്ള തന്ത്രങ്ങളെ എങ്ങനെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ? ലിയോ, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം NDA ക്യാമ്പുകളിൽ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അവസാനവട്ട ഒരു നിശബ്ദ പ്രചരണത്തിൽ അവസാന വോട്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. ഞാനിപ്പോൾ നിൽക്കുന്നത് നഗരസഭയിലെ ശേഖരിപുരം വാർഡിലാണ്. ശേഖരിപുരം വാർഡിലെ സ്ഥാനാർത്ഥി അദ്ദേഹം അവസാന വോട്ടും നിശബ്ദ പ്രചരണത്തോടനുബന്ധിച്ച് അവസാന വോട്ടും ഓരോ വീടുകൾ കയറി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് പൊതുവെ കേരളത്തിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ BJP വളരെ ഏറെ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ നഗരസഭാ ഭരണം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ നഗരസഭകളും പഞ്ചായത്തുകളും പിടിച്ചെടുക്കുക എന്നതാണ് BJP പൊതുവിലെ കണക്കുകൂട്ടുന്നത്. അത്തരത്തിലുള്ള കരുനീക്കം തന്നെയാണ് മാസങ്ങൾ മുൻപ് തന്നെ BJP ആരംഭിച്ചിട്ടുള്ളത്. NDA ക്യാമ്പുകളിലെ ഏറ്റവും വിജയപ്രതീക്ഷ എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇത്തരത്തിൽ നിരവധി പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നഗരസഭകളിലുമെല്ലാം BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അല്ലെങ്കിൽ അവിടെയെല്ലാം ഭരണം കൈയടക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന അകത്തേത്തറ പഞ്ചായത്ത്, അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം BJP ഒന്നാം സ്ഥാനത്ത് എത്തിയതാണ്. അതോടൊപ്പം തന്നെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അമൃത് പദ്ധതി ഉൾപ്പെടെ വലിയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു വിജയപ്രതീക്ഷയാണ് NDA ക്യാമ്പുകളിലുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി സ്മിതേഷ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ്? പാലക്കാട് നഗരത്തിലെ ജനത ഏകദേശം വികസനം എന്താണെന്ന് തൊട്ടറിഞ്ഞ ഒരു 5 വർഷമാണ് കടന്നുപോയത്. 221 കോടി രൂപയുടെ അമൃത പദ്ധതി പാലക്കാട് നഗരസഭയുടെ വികസന താല്പര്യങ്ങളിലെ ഒരു മകുടോദാഹരണം മാത്രമാണ്. ഇതിനു മുമ്പുള്ള ഭരണസമിതികൾ ഏകദേശം പദ്ധതി വിഹിതങ്ങൾ ചെലവഴിക്കുക എന്നുള്ള ഒരു ലക്ഷ്യപൂർത്തി മാത്രമാണ് അവർ ചെയ്തത്. പക്ഷെ അത് എവിടെയാണ് ചെലവഴിക്കേണ്ടത്, അത് ചെലവഴിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഗുണകരമാകുന്ന രീതിയിൽ ചെലവഴിക്കേണ്ടത് എന്ന് തൊട്ടറിഞ്ഞ് ചെലവഴിച്ചത് BJP മാത്രമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അവരുടെ വികസനം എത്തിച്ചു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഏകദേശം കഴിഞ്ഞ തവണ ഞങ്ങളൊരു 35 സീറ്റാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇത്തവണ അതിനപ്പുറത്തേക്ക് ഒരു 40-42 സീറ്റിലേക്ക് BJPയുടെ വിജയം കയറിപ്പോകുന്ന സിറ്റുവേഷനാണ് കാണാനുള്ളത് എല്ലാവരും. ഈ ജനങ്ങളിൽ നിന്നുള്ള പൊതുവെ പ്രതികരണം എങ്ങനെയാണ്? ഇന്നിപ്പോൾ അവസാനവട്ട ഒരു വോട്ടുറപ്പിക്കുന്ന സാഹചര്യമാണ്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ BJPക്ക് സ്വാധീനമില്ലാത്ത BJP വളരെ നാമമാത്രമായിട്ട് വോട്ട് കിട്ടുന്ന ചില ന്യൂനപക്ഷ സ്വാധീന മേഖലകളുണ്ട്. അവിടെ BJP പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാൻ ചെയ്യാത്ത സ്ഥലങ്ങളിൽ അവിടെ പോലും ജനങ്ങൾ താമര ചിഹ്നത്തിൽ സ്ഥാനത്ത് മത്സരിക്കുമ്പോൾ താമരയ്ക്ക് വോട്ട് ചെയ്യണം, BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു വളരെ ആവേശത്തോടുള്ള സമീപനമാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഈ നഗരസഭയിൽ പൊതുവെ കഴിഞ്ഞ കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഈ അമൃത് പദ്ധതി ഉൾപ്പെടെ അതെല്ലാം മുന്നോട്ട് വെച്ച് തന്നെയാണ് ഈ പ്രചരണം. അതെ, ഏറ്റവും അമൃത പദ്ധതി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മകുടോദാഹരണം മാത്രമാണ്. കാരണം BJPയുടെ പാലക്കാട് നഗരസഭയിലെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ല. അമൃത പദ്ധതി അത് ഒരു ജനവിഭാഗത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തെ മുൻനിർത്തി മാത്രമുള്ള വികസനമാണ്. ജനങ്ങളുടെ നിത്യധാന പ്രശ്നങ്ങളിൽ ക്ഷേമ പെൻഷനുകളായാലും നമ്മൾ ക്ഷേമ പെൻഷനുകളെല്ലാം 0 പെൻഡിങ് ഫയലായിട്ട് മാറ്റിക്കഴിഞ്ഞു. നൈപുണ്യ വികസന പദ്ധതികൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും ആളുകൾക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടന്നത് പാലക്കാട് നഗരസഭയിലാണ്. പാലക്കാട് നഗരസഭയിലെ ഭരണസമിതി ആദ്യമായിട്ട് ചുമതലയേറ്റെടുത്ത ഉടനെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ എംപ്ലോയ്മെൻറ്റ് പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൊഴിൽദാന പദ്ധതി നൽകിയിരുന്നു. അങ്ങനെ ജനങ്ങളുടെ ഒരു സാധാരണക്കാരുടെ നിത്യദാന പ്രശ്നങ്ങൾ തന്നെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് BJP കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടുപോയിട്ടുള്ളത്. കൊറോണ കാലത്ത് പോലും തെരുവ് കച്ചവടക്കാർക്കെല്ലാം ലോൺ നൽകുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ID കാർഡ് നൽകുന്നത്, അങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെ, കൊറോണ കാലത്ത് മാത്രമല്ല, കൊറോണ കാലത്ത് പ്രവർത്തനം എടുത്തു പറയാവുന്നതാണ്. കാരണം പാലക്കാട് നഗരത്തിലെ ഏകദേശം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഒരുപാട് ഉള്ള സ്ഥലമാണ്. അതിൽ 4ഓളം സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ തുടങ്ങി മാസങ്ങൾ അവരെ പരിപാലിച്ചു പോകുന്നിരുന്നു. ആ സമയത്തും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുടങ്ങാതെ നടത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു. കൊറോണയ്ക്ക് മുമ്പ് തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പാതയോര തൊഴിലാളികളെ പുനരുദ്ധരിപ്പിക്കുന്ന പദ്ധതി ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി. അതിനുശേഷം ആത്മനിർഭര പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാം സഹായധനം വാങ്ങിക്കൊടുക്കാൻ പാലക്കാട് നഗരസഭ കഴിഞ്ഞു. ഇതെല്ലാം ഒറ്റയ്ക്കും തെറ്റയ്ക്കും പല സ്ഥലം ചെയ്തിട്ടുണ്ടെങ്കിൽ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പാലക്കാട് നഗരസഭ വിജയിച്ചു എന്ന് നമുക്ക് പറയാം. മാലിന്യ സംസ്കരണത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പട്ടികയിൽ മുന്നോട്ട് വന്നു, പെട്ടെന്ന് തന്നെ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെന്താണ് ആ പ്രശ്നങ്ങൾക്ക്? പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണത്തിന് കൃത്യമായിട്ട് നയമുണ്ടായിരുന്നില്ല.
തോന്നിയ രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയായിരുന്നു മുൻപുണ്ടായിരുന്നത്. എല്ലാ വർഷവും വേനൽക്കാല സമയത്ത് ട്രെഞ്ചിങ് കൊണ്ട് തീപിടിക്കുകയും അത് മറ്റൊരു പഞ്ചായത്തിന് സ്ഥിതി ചെയ്യുന്നു. അത് ജനങ്ങൾ ഉപരോധിക്കുകയും ഇവിടുന്ന് മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയാണ് എല്ലാ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് മാലിന്യ നീക്കം സുഗമമായിട്ട് 5 വർഷം തുടർച്ചയായിട്ട് നടന്നിരുന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ അത് കൃത്യമായിട്ട് നയം എല്ലാ വീടും ചെന്ന് ഹരിതകർമ്മസേന രൂപീകരിച്ചുകൊണ്ട് ആ ഹരിതകർമ്മസേന നിത്യേന കാലത്ത് വീട്ടിൽ ചെന്ന് മാലിന്യം സ്വീകരിക്കുന്ന സംവിധാനം ഇപ്പോൾ നിലവിൽ പാലക്കാട് കുറച്ചൊക്കെ കുറവുള്ള എല്ലാ ഭാഗത്തും, കാരണം ജനങ്ങളുടെയും കൂടി സഹകരണങ്ങൾ മാത്രമേ പൂർണ്ണതോതിൽ അത് വിജയിക്കാൻ കഴിയുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് പാലക്കാട് നഗരസഭ മാലിന്യ സംസ്കരണ നയമുണ്ട്. ആ നയം വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ സർവേയിൽ പാലക്കാട് നഗരസഭ 1ാം സ്ഥാനത്ത് വന്നത്. പക്ഷേ 2ാം സ്ഥാനത്ത് അത് കുറച്ച് പുറകോട്ട് പോകാൻ കാരണം ഭീകരമായിട്ടുള്ള പ്രളയം, പാലക്കാട് നഗരം ഇതുവരെ കാണാത്തതിലെ പ്രളയം, അത് ഭീകരമായിട്ടുള്ള മാലിന്യങ്ങൾ നഗരത്തിൽ പല ഭാഗത്തും കുന്നുകൂടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് നിർമ്മാണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെഞ്ചിങ്ങിനോട് നമ്മുടെ പൂർണ്ണമായിട്ടും നിറഞ്ഞ് കവിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വന്നു. അതിലാണ് പാലക്കാട് നഗരസഭയുടെ സർവേയിൽ കുറച്ച് തിരിച്ചടി നേരിട്ടത്. വികസന പദ്ധതികളിൽ പൂർത്തീകരണം 100% പൂർത്തീകരണത്തിനും കൊറോണ ഒരു ചെറിയ പ്രശ്നമായില്ലേ? കൊറോണ മാത്രമല്ല, ഏകദേശം ഒരു 3 മാസത്തോളം നമ്മുടെ പ്രവർത്തന പദ്ധതി പൂർണ്ണമായിട്ട് നിർത്തേണ്ടി വന്നു. നമ്മുടെ എല്ലാ നിർമ്മാണ പദ്ധതികളും നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കൊറോണ കാരണമായിട്ട്. കൊറോണയേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ വികലമായിട്ടുള്ള നയമാണ്. കാരണം എല്ലാ വർഷവും ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ആ സമയത്ത് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സമീപനം വരാറുണ്ട്. പക്ഷേ ഇത്തവണ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ട്രഷറി ബാൻ, ബില്ലുകൾ ട്രഷറിയിൽ മാറാൻ കഴിയാത്ത സ്ഥിതിവിശേഷം, കരാറുകാർ പണി ഏറ്റെടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം, ഇതെല്ലാമാണ് കൊറോണയെക്കാളും കൂടുതൽ ബാധിച്ചത്. കൊറോണ കാലഘട്ടത്തിൽ ഒരു 3 മാസം പ്രവർത്തനം നിന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ അതിനേക്കാളും ഭീകരമായിട്ട് നമ്മുടെ പ്രവർത്തനം ബാധിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികത്തെക്കുറിച്ചുള്ള വികലമായിട്ട് നയം. അവസാനമായൊരു ചോദ്യം, ഈ വാർഡിൽ ഇന്നത്തെ പ്രവർത്തികൾ എങ്ങനെയാണ് ഈ നിശബ്ദ പ്രചരണത്തിൽ? ഇന്ന് നമ്മൾ ഡോർ ടു ഡോർ ഇതുവരെ നമ്മൾ എല്ലാ വീടും കയറി പ്രവേശിച്ച ശേഷം ചില വീട് നമ്മൾ ബെല്ലടിക്കുമ്പോൾ ഇറങ്ങി വരുന്നത് ഗൃഹനാഥന്മാർ മാത്രമായിരിക്കും. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കുടുംബാംഗങ്ങൾ മുഴുവൻ കാണുക. പാലക്കാട് നിന്നും BJP സ്ഥാനാർത്ഥി സ്മിതേഷുമായി സംസാരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ.